10 toes in when we standing on business. I'm a big stepper, underground methods. പൊന്നാനിയിൽ നിന്നൊരു ഇന്റർനാഷണൽ റാപ്പർ. ഇംഗ്ലീഷിൽ സംസാരിക്കാൻ തുടങ്ങിയാൽ നല്ല അടിപൊളി അമേരിക്കൻ ഇംഗ്ലീഷ്, മലയാളം പറയാൻ തുടങ്ങിയാലോ നല്ല മലപ്പുറം മലയാളി. ഈ കോംബോയിലേക്ക് ലോകത്ത് മിക്കയിടത്തും ആരാധകരുള്ള സംഗീത ശൈലിയായ റാപ്പ് കൂടി വന്നാലോ മാരകം അഥവാ ഡെഡ്ലി എന്ന് നമുക്ക് അതിനെ വിളിക്കാം. അതാണ് സൂരജ് ചെറുകാടും അയാളുടെ റാപ്പും. ഇപ്പോൾ സംഗീത ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മലയാളി ചെറുക്കൻ. ആരാണ് ഹനുമാൻ കൈൻഡ് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. ഏറ്റവും കൂടുതൽ ആളുകൾ ഗൂഗിളിൽ ഇപ്പോൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന പേരുകളിൽ ഒന്നാണ് ഹനുമാൻ കൈൻഡ് എന്ന് പറയുന്നത്. യൂട്യൂബിൽ 2.6 കോടിയിലധികം ജനങ്ങളാണ് നിലവിൽ ഇയാളുടെ പാട്ടുകൾ കേട്ടിരിക്കുന്നത്. എന്താണ് ഈ പാട്ടിന് എത്ര പ്രത്യേകത എന്നല്ലേ? പൊന്നാനി പട്ടണത്തിൽ ഷൂട്ട് ചെയ്ത ഈ പാട്ട് ലോകം മുഴുവൻ ഇന്ന് കേട്ടിരിക്കുന്നു എന്നത് തന്നെയാണ്. മരണക്കിണറിൽ ഓടുന്ന ബൈക്കിലും കാറിലും സ്റ്റണ്ട് നടത്തി ബിഗ് ഡോഗ്സ് എന്ന ട്രാക്ക് ട്രെൻഡിങ് ആക്കിയ ഹനുമാൻ കൈൻഡ്സിനെ കുറിച്ച് നമുക്കൊന്ന് വിശദമായി തന്നെ നോക്കാം. നിലവിൽ സമൂഹ മാധ്യമങ്ങളിലും യൂട്യൂബിലും ട്രെൻഡിങ് ആയി മാറിയ വെയിറ്റ് എ മിനിറ്റ് എന്ന് തുടങ്ങുന്ന ഈ റാപ്പ് സോങ് കേൾക്കാത്തവർ വിരളമായിരിക്കും. കോടിക്കണക്കിന് പ്രേക്ഷകർ ഏറ്റെടുത്ത ഈ പാട്ടിന് പിന്നിലുള്ളത് ഒരു മലയാളി ചെറുക്കനാണ്. ആ ചെറുപ്പക്കാരന്റെ യഥാർത്ഥ പേര് സൂരജ് ചെറുകാട് എന്നാണ്. മലപ്പുറത്തു നിന്നും ഇന്റർനാഷണൽ ലെവലിലെത്തിയ റാപ്പർ എന്ന് നമുക്ക് വിളിക്കാം. ഹനുമാൻ കൈൻഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന സൂരജ് ചെറുകാടാണ് ലോകം തിരിയുന്ന ആ റാപ്പർ. ലോകം മുഴുവനും ഹനുമാൻ കൈൻഡ് എന്ന മലയാളിക്കൊപ്പം ആ പാട്ട് ഏറ്റുപാടുമ്പോൾ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായി മാറുകയാണ് ഈ ചെറുപ്പക്കാരൻ. പ്രശസ്ത അമേരിക്കൻ റാപ്പർ പ്രൊജക്ട് പ്ലേറ്റ് ഉൾപ്പെടെയുള്ള സെലിബ്രിറ്റികളാണ് സൂരജിന്റെ ഏറ്റവും പുതിയ ട്രാക്ക് ബിഗ് ഡോഗ്സ് പങ്കുവച്ചിരിക്കുന്നത്. ലോകം ചർച്ച ചെയ്യുന്ന ഈ മ്യൂസിക് വീഡിയോ ചിത്രീകരിച്ചതാവട്ടെ നമ്മുടെ സ്വന്തം കേരളത്തിലെ പൊന്നാനിയിലും. അണിയറയിൽ പ്രവർത്തിച്ചിരിക്കുന്നവരിൽ ഭൂരിഭാഗം പേരും മലയാളികളാണ് എന്നതാണ് മറ്റൊരു പ്രത്യേകത. ആഗോള ബ്രാൻഡായി മാറിക്കൊണ്ടിരിക്കുന്ന ഹനുമാൻ കൈൻഡ് എന്ന 31കാരന്റെ സംഗീത ജീവിതത്തിന്റെ ട്രാക്ക് മാറ്റിയത് വളരെ പെട്ടെന്നായിരുന്നു എന്ന് കൂടി പറയാം. പക്ഷേ ഗൂഗിൾ സെർച്ചിലേക്ക് ഉയരാൻ ആ ചെറുപ്പക്കാരൻ നടത്തിയ യാത്ര അത് വലിയതാണ്. ആകെ മൊത്തം വെറൈറ്റി പിടിച്ചാണ് പാട്ടിനെ അദ്ദേഹം ശ്രദ്ധേയമാക്കിയിരിക്കുന്നത്. സ്റ്റൈലിഷ് ആയി പ്രത്യക്ഷപ്പെടുന്ന റാപ്പർമാരിൽ നിന്നും തികച്ചും വ്യത്യസ്തനായി ലോക്കൽ ഫ്ലേവറുമായാണ് ഹനുമാൻ കൈൻഡിന്റെ വരവ് എന്ന് പറയട്ടെ. അതും ഇന്ത്യൻ പശ്ചാത്തലത്തിൽ മരണക്കിണർ അണിയിച്ചൊരുക്കിയിട്ടാണ് വന്നിരിക്കുന്നത്. ആ രീതിയിൽ തന്നെ വസ്ത്രങ്ങളും അണിഞ്ഞ് മരണക്കിണറിൽ സാഹസികത കാണിക്കുന്ന സ്റ്റണ്ട് ആർട്ടിസ്റ്റുകളെ തന്നെ വെച്ച് ഒരുക്കിയിരിക്കുന്ന ഒരു പാട്ട്. പശ്ചാത്തലം വ്യത്യസ്തത പുലർത്തിയതോടെ പാട്ട് വളരെ ആകർഷകമായ ബെൽറ്റിൽ ജനപ്രീതിയും നേടിത്തുടങ്ങി. ദിനംപ്രതി ജീവിതം പണയപ്പെടുത്തുന്ന നായകന്മാർക്കായി സമർപ്പിച്ച ഈ ഗാനം ജൂലൈ 10-നാണ് പോസ്റ്റ് ചെയ്തത്. വെൽ ഓഫ് ദ ഡെത്ത് എന്നറിയപ്പെടുന്ന മരണക്കിണറിലെ കാറിൽ സഞ്ചരിക്കുന്ന ഹനുമാൻ കൈൻഡിന്റെ ചിത്രവും വീഡിയോയും ഏറെ സ്വീകാര്യത നേടി മുന്നോട്ട് പോവുകയാണ്. ഇതിനായി മരണക്കിണറിന്റെ സെറ്റ് ഇടുകയും അതിസാഹസികമായി അതിനുള്ളിൽ നിന്ന് കൂട്ടത്തിലുള്ളവർക്കൊപ്പം കാറിനുള്ളിൽ യാത്ര ചെയ്തും റാപ്പ് സോങ് പാടുന്ന ഹനുമാൻ കൈൻഡിനെ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോഴിത് ആഗോള മ്യൂസിക് വീഡിയോ റാങ്കിങ്ങിൽ 43-ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുകയാണ് ഈ വീഡിയോ. ഹനുമാൻ കൈൻഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന സൂരജ് ചെറുകാട് ഇപ്പോഴും തന്റെ വ്യത്യസ്തമായ ശൈലിയും മനോഹരമായ വരികളും കൊണ്ട് പ്രേക്ഷക ശ്രദ്ധ നേടിയിട്ടുള്ള ആളാണ്. ഈ മ്യൂസിക് വീഡിയോ സംവിധാനം ചെയ്ത ബിജോയ് ഷെട്ടിയാണ്. മലപ്പുറം ജില്ലയിലാണ് ഹനുമാൻ കൈൻഡ് എന്ന സൂരജിന്റെ ജനനം. 2017 മുതൽ ഒരു വർഷത്തിലേറെയായി ഇദ്ദേഹം ഓപ്പറേഷൻസ് അനലിസ്റ്റായി ജോലി ചെയ്തു വരികയാണ്. പിന്നീട് അദ്ദേഹം ഈ കമ്പനി വിട്ട ബിഗ് സിറ്റി പ്രൊമോഷനിൽ അലയൻസ് പാർട്ട്ണർഷിപ്പ് സ്പെഷ്യലിസ്റ്റായി. ഈ അന്തർദേശീയ പശ്ചാത്തലം അദ്ദേഹത്തിന്റെ വൈവിധ്യമാർന്ന സാംസ്കാരിക സംഗീത രംഗത്തേക്ക് വഴിതെളിച്ചു എന്ന് വേണം പറയാൻ. വിവിധ സാംസ്കാരിക കലാപരമായ ശൈലി രൂപപ്പെടുത്താൻ ഇത് അദ്ദേഹത്തെ സഹായിച്ചു എന്ന് പറയാം. റാപ്പ് സംഗീതമാണ് തന്റെ വഴിയെന്ന് തിരിച്ചറിഞ്ഞ സൂരജ് ജോലി വിട്ട മുഴുവൻ സമയവും സംഗീതത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങി. ചെറിയ റാപ്പ് ഇവന്റുകളിൽ ഫ്രീ സ്റ്റൈലിൽ നിമിഷാർത്ഥം കൊണ്ട് കാണികളെ ആവേശ കൊടുമുടിയിൽ എത്തിച്ച സൂരജ് വളരെ പെട്ടെന്നായിരുന്നു ആരാധകരുടെ മനം കവർന്നത്. ബാംഗ്ലൂർ കേന്ദ്രമാക്കിയാണ് സൂരജിന്റെ സംഗീത ജീവിതം തുടങ്ങുന്നത്. അങ്ങനെ ഹനുമാൻ കൈൻഡ് എന്ന പേരും അദ്ദേഹം സ്വീകരിച്ചു. കളരി എന്ന ട്രാക്കാണ് ആദ്യമായി അദ്ദേഹം പുറത്തിറക്കുന്നത്. അത് വളരെ പെട്ടെന്ന് തന്നെ ഹിറ്റായി. മലയാളി റാപ്പർമാർക്കൊപ്പം സഹകരിച്ച് നിർമ്മിച്ച ട്രാക്കുകളും സൂപ്പർ ഹിറ്റുകളായിരുന്നു. 2017 മൈക്ക് ഡ്രോപ്പ് ടൂർണമെന്റിൽ വിജയിച്ചതിനു ശേഷമാണ് ഹനുമാൻ കൈൻഡിന് കൂടുതൽ അംഗീകാരം കിട്ടിത്തുടങ്ങുന്നത്. ഗോ ടു സ്ലീപ്, റഷ് അവർ, സ്കൈലൈൻ എന്നിവയാണ് അദ്ദേഹത്തിന്റെ ഏറെ ശ്രദ്ധ നേടിയ മറ്റു ഗാനങ്ങൾ. പോപ്കോൺ മങ്കി ടൈഗർ എന്ന കന്നഡ സിനിമയിലൂടെ ഇംഗ്ലീഷ് റാപ്പ് പതിപ്പിലെ മഹാദേവ എന്ന ടൈറ്റിൽ ട്രാക്ക് പാടിയതോടെ വീണ്ടും അദ്ദേഹം ശ്രദ്ധിക്കപ്പെട്ടു എന്ന് പറയാം. 2016 മുതൽ ഇന്ത്യയിലുടനീളം വിവിധ ഷോകളിൽ സൂരജ് പ്രകടനം നടത്തുന്നുണ്ട്. ബിഗ് ഡോഗ്സ് എന്ന മ്യൂസിക് വീഡിയോ പുറത്തിറങ്ങിയതോടെ ഇന്ത്യയിലും അന്താരാഷ്ട്ര തലത്തിലും അദ്ദേഹത്തിന് വ്യാപകമായ അംഗീകാരമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കൂടാതെ അന്താരാഷ്ട്ര കലാകാരനായ കെന്നി ബീറ്റ്സുമായും സഹകരിച്ച് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. സുഷിൻ ശ്യാമുമായി ചേർന്ന ആവേശത്തിലെ അവസാന ഡാൻസ് ട്രാക്ക് പാടി ഹനുമാൻ കൈൻഡ് മലയാളത്തിലും അരങ്ങേറ്റം കുറിച്ചു എന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്.